നന്ദി മോഹൻദാസ് സാർ. തൃശ്ശൂരിനെ കുറിച്ചിട്ടല്ല, ഒരു നാടിനെ കുറിച്ചിട്ടും പറഞ്ഞാൽ ഒരിക്കലും തീരില്ല. കാരണം എത്രയൊക്കെ നമ്മൾ അതിൻ്റെ പിന്നാമ്പുറങ്ങളിലേക്ക് പോയാലും ഓരോ രാജ്യത്തിനും അതിൻ്റെതായിട്ടുള്ള ആഴവും വ്യാപ്തിയും ഉണ്ടായിരിക്കും. തൃശ്ശൂരിനെ കുറിച്ച് ഇപ്പോൾ നമ്മുടെ രാജലക്ഷ്മി ചേച്ചി തൃശ്ശൂർ സ്വരൂപം എഴുതി എന്ന് പറഞ്ഞു. ആ ഒരു പുസ്തകമല്ലാതെ ഇനിയിപ്പോൾ ചേച്ചി രണ്ടാം ഭാഗത്തിൻ്റെ എഴുത്തിലേക്ക് കൂടെ കടന്നിരിക്കുകയാണ്. അപ്പോൾ ചേച്ചിക്ക് തന്നെ മനസ്സിലായി ഇതൊരു സ്ഥലത്ത് നിൽക്കുന്ന ഒരു സംഭവമല്ല, ഒരുപാട് ഞാൻ അലയേണ്ടി വരും, ഇത് എവിടെയെങ്കിലും ഒരു മൂലക്കൽക്ക് എത്തിക്കാറുണ്ട്. കാരണം എന്നാൽ പോലും അത് മുഴുവനാവുകയില്ല എന്നാണ് എൻ്റെ ഒരു തോന്നൽ. അത് നമ്മളിപ്പോൾ ശരിക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ, എൻ്റെ ഒരു മോൻ അവൻ പറഞ്ഞു അവനക്ക് ഇന്ത്യ മൊത്തമുള്ള ഹിസ്റ്ററി എടുത്തിട്ട് വീഡിയോ പോലെ ചെയ്യണമെന്ന്. പക്ഷെ അവൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു ആദ്യം നീ കേരളം ചെയ്യും, ആദ്യം തൃശ്ശൂർ ചെയ്യും, തൃശ്ശൂർ കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ പുറത്തേക്ക് പോവാം. കാരണം തൃശ്ശൂർ തന്നെ ചെയ്യുമ്പോഴേക്കും വർഷങ്ങൾ എടുക്കും. ഒരാഴ്ച മുഴുവൻ ഉണ്ടായാലും കേരളം മുഴുവനും നമുക്ക് ഹിസ്റ്ററി എഴുതാനായിട്ട് സാധിക്കില്ല. അതാണ് ഈ ഹിസ്റ്ററി എന്ന് പറയുന്നത്. പിന്നെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര കേട്ടാലും ചെറുതിലെ മുതൽ നമുക്ക് അറിയാം, നമ്മൾ ഓരോരുത്തരോടും അന്വേഷണ കുതികളാണെന്നുണ്ടെങ്കിൽ, ഞാൻ അങ്ങനെയായിരുന്നു. ഓരോ സ്ഥലത്തെ കുറിച്ചിട്ടും ഓരോരുത്തരോടും ഇങ്ങനെ തൃശ്ശൂർ വന്ന് തുടങ്ങിയ സമയം മുതൽ വസന്തമാഷ അറിയാം. അപ്പോൾ വസന്തമാഷിന്റെ അടുത്ത് അന്ന് മുതൽ ഇരുന്നിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങളും ചോദിക്കും. റൗണ്ട് ഉണ്ടായത് എങ്ങനെയാണ്, എന്താണ് ശക്തൻ തമ്പുരാന്റെ ചരിത്രം, എന്താണ്, എങ്ങനെയാണ്, ഓരോ കാര്യങ്ങളും ഇങ്ങനെ ചോദിക്കുമായിരുന്നു. അങ്ങനെ കുറേ കാര്യങ്ങൾ മാഷ് ഇങ്ങനെ പറഞ്ഞു തരും. പക്ഷെ എത്ര കേട്ടാലും ശരി അതൊന്നും മതിയാകാറുണ്ടായിരുന്നില്ല. പക്ഷെ ഇവിടെ നമ്മുടെ സാഹിതിയിൽ ഇപ്പോൾ ഒരു തൃശ്ശൂർ പേര് വൃത്താന്തം ഇന്നിപ്പോ 13-ാം അധ്യായമാണ്. ഇനിയും നമുക്ക് ഒരുപാട് അധ്യായങ്ങൾ തുടർന്നുകൊണ്ടേ പോകും. ഈ മോഹൻദാസ് സാറ് പറഞ്ഞതുപോലെ അതും വേറൊരു ചരിത്രമായിട്ട് തന്നെ രേഖപ്പെടുത്തപ്പെടും എന്നുള്ളത് ഉറപ്പാണ്. അങ്ങനെ ഒരു ഉദ്യമത്തിന് മുതിർന്ന നമ്മുടെ പ്രസിഡന്റിന് പ്രത്യേകമായിട്ടുള്ളൊരു അഭിനന്ദനമുണ്ട്. കാരണം ഇന്ന് വരെ ആരും അത്തരത്തിലുള്ള ഒരു കാര്യത്തിലേക്ക് കടന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ നമ്മുടെ രാജലക്ഷ്മി ചേച്ചിയാണെന്നുണ്ടെങ്കിൽ ഈ ചരിത്രം, തൃശ്ശൂരിന്റെ ചരിത്രം എഴുതുന്നു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വളരെ ആഹ്ലാദം തോന്നി, വളരെ അത്ഭുതവും തോന്നി. കാരണം അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല അതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഗതിയാണ്. ഇവിടെ ഇപ്പോ നമ്മുടെ CP ഗോപിനാഥൻ മാസ്റ്റർ, അദ്ദേഹത്തെ കുറിച്ച് ഞാൻ മുമ്പ് കേട്ടിട്ടുണ്ട്, 1-2 ഇടത്തൊക്കെ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് എൻ്റെ ഓർമ്മയില്ല. മധുരച്ചൂര് എന്ന് പറഞ്ഞ പുസ്തകം ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പോ അതില് നല്ലൊരു പുസ്തകമാണ്. അതിനകത്തൊരു ഗുരു ശിഷ്യനും തമ്മിലുള്ള എങ്ങനെയായിരിക്കണം ഒരു അധ്യാപകൻ എന്ന് പോലും നമുക്ക് മനസ്സിലാകുന്ന തരത്തിലുള്ളൊരു പുസ്തകമാണ് അതെന്നാണ് എനിക്ക് മനസ്സിലായത്. അതിനകത്ത് കുറേ കാര്യങ്ങൾ, ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളും എല്ലാം ഉണ്ട്. അദ്ദേഹം നമ്മളെ പ്രഭാഷണത്തിന് വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ TS സീതാറാം നമ്മുടെ ഒരു തൃശ്ശൂരിൻ്റെ വലിയ ബിസിനസ് സംരംഭകന്മാരിൽ ഒരാളാണ്. അദ്ദേഹവും നമുക്ക് സാഹിത്യവുമായിട്ട് ബന്ധമില്ലെങ്കിൽ പോലും എങ്ങനെയാണ് തൃശ്ശൂരിൻ്റെ സമ്പദ്ഘടന വളർന്നു വന്നത് എന്നുള്ളത്, ആ ഒരു കാര്യത്തെ കുറിച്ചിട്ട് അദ്ദേഹത്തിന് ഏതായാലും വ്യക്തമായ ഒരു ധാരണയുണ്ടാവും. അത് നമ്മളുമായിട്ട് പങ്കുവെക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്യും. പിന്നെ നമ്മുടെ സാഹിതിയുടെ കുടുംബാംഗങ്ങളായിട്ടുള്ള 2 പേരാണ് P വിനോദും രാജലക്ഷ്മി മാനരിയും. P വിനോദിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്തൊരു കാര്യം കിട്ടിയാലും അതിനെ ഏറ്റവും ആഴത്തിലേക്ക് പോയി പഠിച്ച് പറയുന്ന ഒരു സ്വഭാവം, ഒരു പ്രഭാഷണ രീതിയാണ് P വിനോദിൻ്റെത്. നമ്മൾ ഒരിക്കലും ബോറടിപ്പിക്കാത്ത ഒരു പ്രഭാഷണം ആയിരിക്കും അദ്ദേഹത്തിൻ്റെതും. രാജലക്ഷ്മി ചേച്ചിയെ കുറിച്ച് പിന്നെ പറയണ്ടല്ലോ, തൃശ്ശൂർ സ്വരൂപം എഴുതി കഴിഞ്ഞ ഒരാളാണ്. ഇനി നമുക്ക് TS സീതാറാം സാറിനെ സംസാരിക്കാൻ വേണ്ടി ആദരപൂർവ്വം ക്ഷണിക്കും. മോഹൻദാസ് സാറ് പറഞ്ഞതുപോലെ ഈ സമയത്ത് മതത്തെക്കുറിച്ചിട്ടും അധികാരത്തെക്കുറിച്ചിട്ടൊന്നും പറയാൻ പാടില്ലാത്തൊരു സമയമാണ്. പക്ഷെ മതം എന്നുള്ളത് ഇവിടെ കൊണ്ടുവന്നത് തന്നെ അധികാരത്തിനും സമ്പത്തിനും വേണ്ടി തന്നെയാണ്. ഈ ഒരു കാലത്തും അത് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. മതം എന്നുള്ളത് ഒരാളെ നന്നാക്കാൻ വേണ്ടിയിട്ടൊന്നുള്ളതൊന്നും അല്ല ഇവിടെ. അപ്പൊ ആ മതത്തിന്റെ പേരിൽ അത്തരം സംഘർഷങ്ങൾ എല്ലാ കാലത്തും ഉണ്ടായിട്ടുള്ളതുമാണ്. അതുപോലെ തന്നെ ഹിസ്റ്ററി, ചരിത്രം എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോ ഏകദേശം 50 കൊല്ലത്തോളം ആയിട്ടുണ്ടാവും ഇപ്പൊ വിനോദമൊക്കെ ജീവിക്കണം. ആ സമയത്ത് നമ്മളൊക്കെ എങ്ങനെയാണ് ചരിത്രം അറിയുന്നത്? നമ്മൾ ആരെങ്കിലും ഒക്കെ പറഞ്ഞു കേൾക്കുന്നത്, വായിക്കുന്നത്, അങ്ങനെയാണ് കൂടുതലും ചരിത്രങ്ങൾ ഇവിടെ എഴുതപ്പെട്ടിട്ടുള്ളത്. ആ കാലയളവിൽ
കാലയളവിൽ താമസിച്ചിരുന്നവരായിരുന്നാൽ പോലും മുഴുവനായിട്ടും എല്ലാ കാര്യങ്ങളിലേക്കും എല്ലാ സ്ഥലത്തേക്കും അവർക്ക് ചെന്നെത്താനൊന്നും സാധിച്ചിട്ടൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ചരിത്രം എന്ന് പറയുന്നത് എപ്പോഴും വിജയിച്ചവൻ്റെത് ആവുകയാണ് സാധാരണ പതിവ്. അല്ലാത്ത എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അത് കുഴിച്ചു മൂടപ്പെടുകയാണ് പതിവ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചരിത്രത്തെ കുറിച്ചിട്ട് നമ്മൾ എത്ര അന്വേഷിച്ചാലും തീരില്ല, എത്ര പറഞ്ഞാലും തീരില്ല. എന്തായാലും വിനോദ് വളരെ നല്ലൊരു പ്രഭാഷണം തന്നെയാണ് എല്ലാ തവണത്തെ പോലെ ഇത്തവണയും കാഴ്ചവെച്ചത്. നന്ദി വിനോദ്. അടുത്തായിട്ട് രാജലക്ഷ്മി ചേച്ചിയെ ക്ഷണിക്കും.